System integrity compromised. ഹലോ, ജബ്ബാർ സാറല്ലേ? അതെ, ആരാണ്? പറയൂ. ഞാനേ അൻസാറിൻ്റെ അയൽവാസി അൻവറാണ് സംസാരിക്കുന്നത്. അതെ, ഞാൻ അവൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരേ ഓട്ടോ സ്റ്റാൻഡിൽ ഓടുന്ന ആളുകളുമാണ്. അയൽവാസിയാണ്. അതെ, ചെറുപ്പം മുതലേ അറിയുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ആളൊരു തട്ടിപ്പുകാരനോ വഞ്ചകനോ ചതിക്കുന്ന ആളെന്നല്ല. അതെ സാറേ, എനിക്ക് നേരിട്ട് അറിയാളെ. ഇപ്പോൾ പെട്ട കെണീനെ കുറിച്ച് സാർ ഇപ്പം അന്വേഷിക്കുന്ന കേസിനെ കുറിച്ച് എനിക്ക് കുറച്ച് വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സാറിന് നേരിട്ട് കാണാൻ പറ്റും. ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളൂ. ശരി സാറേ, ഞാൻ അങ്ങോട്ട് വരാം സാറേ. നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടോ? ഇപ്പോൾ സാറിൻ്റെ കൂടെ എന്തൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറയാനുള്ളത് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞോളി. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. സാറേ, ബിസിനസ് പരമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് സുനീർ സാറായിട്ട് സംസാരിച്ചാൽ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ സാറായിട്ട് സംസാരിക്കുന്നതാവും ഒന്നുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ സാറേ? സുനിൽ സാറായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് സാറാണ്. ബിസിനസ് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബിസിനസ് പെട്ട ആളുകൾ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ അല്ലേ? എന്തെങ്ങനെ എന്നെ 10-15 വട്ടമായിട്ടുള്ള ഞാൻ വിളിക്കണേ, എന്താ ഫോൺ എടുക്കാത്ത? അച്ചായ, നിങ്ങൾ വിളിക്കണ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ മീറ്റിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ലീഡർ വരുന്നുണ്ട്. അപ്പോൾ ആളെയും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. കഴിഞ്ഞ മാസം 45 കയറിയില്ലേ അക്കൗണ്ടിൽ? ഇനിയിപ്പോൾ വരുന്ന മാസം അത് 50 ആവും കേട്ടോ. പൈസയും കൊണ്ട് അങ്ങോട്ട് ആറാടാണല്ലോ അല്ലേ? എവിടെ? ഇന്റെ അക്കൗണ്ടിലൊന്നും ഒന്നും കയറിയിട്ടില്ല. പൈസ കയറിയില്ലെന്നോ? അതെങ്ങനെ ശരിയാവുക? എൻ്റെ ഐഡിയിൽ ഞാൻ അടിച്ചു നോക്കണ സമയത്ത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടല്ലോ. അത് ശരി. എന്നാലേ ഞാൻ എൻ്റെ ലീഡറോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നിട്ട് ഞാൻ വിവരം തരാം കേട്ടോ. ഇന്ന് വൈകുന്നേരം എൻ്റെ കോള് വന്നിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എന്നെ തെരഞ്ഞു വരും കേട്ടോ. ഏതായാലും ഞാളേ ലീഡറെ കാത്ത് നിൽക്കണം ഇവിടെ. അപ്പം മൂപ്പരെ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം. ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. റിയാസെ, സുനീറിനെ വിളിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇന്ന് മീറ്റിംഗ് ഡേ ആണല്ലോ. ഞങ്ങൾ ഡയമണ്ട്സൊക്കെ മീറ്റിംഗ് കൂടുന്ന ദിവസമാണ്. എന്താണ് നമുക്ക് കാര്യങ്ങൾ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞത്? നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. പിന്നെ റിയാസെ, എന്തുണ്ടെങ്കിലും ഇപ്പോൾ ജേക്കബ് സാറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ നിരന്തരം എനിക്ക് വിളിക്കുമ്പോൾ എനിക്ക് വേറെ കുറേ ടീമിന് എനിക്ക് മൈൻഡ് ചെയ്യില്ല. നിങ്ങളാ ഒരു സൈഡ് മാത്രം എനിക്ക് നോക്കിയാൽ പോരാ. വിശാലിൻ്റെ സൈഡിലൊക്കെ പെരും പ്രശ്നങ്ങൾ നോക്കുക. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ചെയ്യുക, എന്തുണ്ടെങ്കിലും ഇപ്പോൾ ജേക്കബ് സാറായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അതെന്തുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് വെച്ചാൽ എൻ്റെ ടീമിലുള്ള ബാക്കി മെമ്പർമാരൊക്കെ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാറിനെ ഞാനിങ്ങനെ വിളിക്കുന്നത്. റിയാസെ, ടീമിലോര് നിന്നെ വിളിക്കണം, നീ സുനീറിനെ വിളിക്കുന്നു, സുനീർ എന്നെ വിളിക്കുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. നീ വിഷയത്തിലോട്ട് വാ. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. മിസ്റ്റർ മുനീർ, ഹാൻഡിക്യാപ്ഡ് മൂപ്പരാണ് ഇപ്പോഴത്തെ നമ്പർ 1 പ്രശ്നം. എന്ന് വെച്ചാൽ സാറ് പറഞ്ഞത് പ്രകാരം നമ്മൾ മൂപ്പര് കുറച്ച് ക്യാഷൊക്കെ കൊടുത്ത് മൂപ്പരിന് ഹാൻഡിൽ ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മൂപ്പര് SI ജബ്ബാറുമായിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ വിഷയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പോണ്ടിച്ചേരി അണ്ണുണ്ടല്ലോ, അയാൾ വിളിച്ച് ശല്യം ചെയ്തിട്ട് ഇപ്പൊ അവസാനം അയാൾ കേരളത്തിൽ വരുന്നത് സാറിനെ കാണാം. സാറല്ലാരും ഞങ്ങളെ കാണാറുണ്ട്. അത് മാത്രമല്ല, ഇന്ന് 15 മിസ് കോള് മൂപ്പർ തന്നെ ഉണ്ട്. അയാൾ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല എന്നും അത് ഭയങ്കര ഭീഷണിയായിട്ടാണ് അയാൾ വരുന്നത് കേരളത്തിൽ. അപ്പൊ റിയാസെ, ഇത്രേ ഉള്ളൂ പ്രശ്നം. ഈ ഒരു കാര്യത്തിനാണോ എന്നെ ഈ ബുദ്ധിമുട്ടിച്ചത്, ഈ സമയം വെറുതെ വേസ്റ്റാക്കിയത്? ഈ മുനീറിൻ്റെ പ്രശ്നം ഈ വരുന്ന 28-ാം തീയതി റോയ് മാത്യു സാർ വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് തീർപ്പാക്കാം. അതേപോലെ സെൽവനോട് നീ അങ്ങോട്ട് വരാൻ പറ, നമുക്ക് അവിടെ നിന്നും റെഡിയാക്കി കൊടുക്കാം. പോരെ?
ഈ 2 കാര്യങ്ങളും ഓക്കെ 28-ാം തീയതി തീരുമാനമാവും. പക്ഷേ ഈ ബിസാനൻ്റെ ടീമിലുണ്ട് ബുഷറ എന്ന് പേരുള്ളൊരു പെണ്ണ്. ഓളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് നിങ്ങളെ ക്രോസ് ലൈൻ അല്ലേ, അത് നിങ്ങളെ ടീമല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ അതിൽ തലയിടാൻ പോണത്? അതിൽ തലറിൻ്റെ ആവശ്യമുണ്ട് സാറേ. അവൾ എൻ്റെ ഭാര്യൻ്റെ അയൽവാസിയാണ്. അത്രയല്ലേ സാറേ, ഓളിൻ്റെ ക്ലാസ്മേറ്റ്സാണ്, ഞങ്ങൾ ഒരുമിച്ച് കൂടെ പഠിച്ചതാണ്. നിങ്ങളെ ഭാര്യൻ്റെ അയൽവാസിയോ അതോ നിങ്ങളെ കൂടെ പഠിച്ചോ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമുക്ക് ബിസിനസ് മാത്രമാണ് പ്രധാനം, മനസ്സിലായോ? ഇത് നിങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാൻ എനിക്ക് ഒഴിവുള്ളൂ, ഒന്നിന് പുറകെ ഒന്ന്. എനിക്ക് നിങ്ങളെ വേറെ ആളെ നോക്കുക മണ്ടി. സാറേ നിങ്ങളത് അങ്ങനെ പറഞ്ഞു പോകല്ലേ, ഇത് ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. സാറേ ഒറ്റ മിനിറ്റ് നിങ്ങൾ പോകില്ല, കാരണം ഈ ഒരു വിഷയം മുഴുവനായിട്ട് ഇവരെന്നോട് ഒരുപാട് ഫോൺ ചെയ്ത് പറഞ്ഞാണ്. ഇതിന് ബാക്ക്ഗ്രൗണ്ട് വരാണ്ട്, ഞാൻ വെറുതെ പറയല്ല, ഇതിന് ഭയങ്കര പ്രശ്നമാണ്. ആ ജബ്ബാറിൻ്റെ പിന്നാലെ ഇറങ്ങിക്കണേ. ഈ ഒരു വിഷയം കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് മൊത്തം കടന്ന് കൊത്തും, ഉറപ്പാണ്. നിങ്ങൾ പോലെ ഈ കാര്യം കേട്ടിട്ട് പോയി. ഗൗരവമുള്ള കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ, വണ്ടി കയറാം, ബാക്കിയുള്ള വണ്ടി സംസാരിക്കാം. സാറേ ഇത് ക്രോസ് ലൈൻ ആണെന്നും ഈ ബുഷറ ഞങ്ങളുടെ ടീമിലല്ല എന്നല്ലോ ഞങ്ങൾക്ക് 2 പേർക്കും ശരിക്കും അറിയാം. പക്ഷെ ഈ ബുഷറ എങ്ങനെ ആത്മഹത്യ ചെയ്ത ഈ കമ്പനി, നമ്മളെ കമ്പനിയിൽ മറുപടി പറയേണ്ടി വരും. സാറേ ഞങ്ങൾ കസ്റ്റമറെ പിടിക്കണ പോലെ അല്ല ഈ ബിഷാന കസ്റ്റമറെ പിടിക്കണത്. ഓള് PV കൂട്ടാൻ വേണ്ടിയിട്ട് ആ പെണ്ണിനെതിൽ ചാർജ് 12 ലക്ഷമാണ് ഓളത് പോയിക്കണത്. എന്തൊക്കെ സുനീറ ഈ പറയുന്നത്? ഇതൊക്കെ നമ്മളെ കമ്പനി തന്നെയാണോ സംഭവിക്കുന്നത്? സാറേ ഇത് നിങ്ങൾ തന്നെ ചോദിക്കണം. ഈ ബിഷാനെയും ആ അൻസാറിനെയും എന്തിനാ എൻ്റെ ടീമിൽ കൊടുത്തിട്ടത്? നിങ്ങൾ ഇവിടുന്ന് ഓല ഒഴിഞ്ഞുകാണ്ട് മഞ്ചേരിക്കാരുടെ ടീമിലേക്ക് പോകാന്ന് പറഞ്ഞതല്ലേ, എന്തിനാ എൻ്റെ ടീമിൽ ഓല കൊടുത്തിട്ടത്? നിങ്ങൾക്ക് നിങ്ങളെ ഇംഗ സൈഡിൽ നിന്ന് മാറാൻ പാടില്ല ബിഷാന. അതിനല്ല ഓള് എങ്ങനെ ഉണ്ടാക്കിയാലും ഓക്കെ എങ്ങനെയും PV വരാൻ മതി, ആര് ചത്താലും പാടില്ല, ഇതാക്കിയാലും പാടില്ല. ഞാനിത് ഇവിടെ കൊടുന്ന് കയറിയപ്പോൾ ഞാൻ കരുതിയതാണത് എൻ്റെ ടീമിക്ക് ബിഷാനെയും അൻസാറിനെയും ഉന്തി മറിച്ചപ്പോൾ. നിങ്ങളെ പണിയാണത്, ഇല്ലെങ്കിൽ ഇല്ല അറിയും. മിസ്റ്റർ സുനീർ, ഞാൻ ആ മലന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ അടുത്തിരിക്കണം, കുറച്ച് പതുക്കെ സംസാരിച്ചാലും എനിക്ക് കേൾക്കും. ആളും തരം നോക്കി സംസാരിക്കണം. ഓക്കെ? സുനീർ സാർ സങ്കടം കൊണ്ടാണ് സാറേ പറയണത്, ഒന്നും വിചാരിക്കരുത്. എന്ത് സങ്കടം? ഇതിൽ എന്താണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമുള്ളത്? എന്താണ് വിഷയം എന്ന് പറയുന്ന ആള്? സാറേ ഈ ബുഷറാന്റെ ഹസ്ബൻഡ് പ്രവാസിയാണ്. ഇവളെ വീട്ടുകാരോ ആരും അറിയാണ്ടാണ് 12 ലക്ഷം റുപ്യ അപ്പോഴിപ്പോഴായിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറക്കിയത്. ഈ ബുഷറാന്റെ സ്വർണം മുഴുവൻ കഴിഞ്ഞു, മഹർമാല അടക്കം. ഇപ്പോൾ ഈ ബുഷറാക്ക് സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലപ്പോൾ ഈ പണ്ടം മുഴുവൻ ബിസാന പല ടൈമായിട്ട് ഈ ബുഷറാന് മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് വാങ്ങി വെച്ചതാണ് PV കൂട്ടാൻ വേണ്ടിയിട്ട്. സ്വന്തം കാര്യം സിന്താബ, ആർക്ക് എന്ത് പറ്റിയാലും ബിഷാനാക്ക് യാതൊരു കുഴപ്പമില്ല. ഓക്കെ എങ്ങനെങ്കിലും PV കയറിയാൽ മതി, അതാണ് ഓളെ ലക്ഷ്യം. അത് മാത്രല്ല, എന്താ വെച്ചാൽ ഇപ്പം ആ പെണ്ണിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഇപ്പം അത് ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് പല വട്ടങ്ങളിലായിട്ട് എന്നെ വിളിച്ചിങ്ങനെ പറയണ്ടേ. ഞാൻ എന്താ ചെയ്യുക സാറേ? സാറേ ഈ ബുഷറ എന്നെ വിളിച്ച് കുറെ ശല്യം ചെയ്തു. അപ്പൊ ഞാൻ ബുഷറാനോട് പറഞ്ഞു, എന്റെ ലീഡർ ബിസാനല്ലേ, എന്തിനാ എന്നെ വിളിക്കണത്, ഞങ്ങളുടെ ക്ലോസ് ലൈൻ അല്ലേ. ബുഷർ എന്നിട്ട് ബിസാനാക്ക് വിളിച്ചു, എന്നിട്ട് കൊടുത്ത പ്ലാനിങ് എന്താ സാറിന്? അതാണ് വലിയ രസം. ഇപ്പൊ ബിസാന ബുഷറാക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞാറോ, ബുഷറ 3 ദിവസം ചെന്നൈയിൽ താമസിക്കണം, അവിടെ ഏതോ വലിയ സാറ് വരുന്നുണ്ട് അത്രേ. ഈ ചെന്നൈയിൽ വരുന്ന ഈ സാറിന്റെ കൂടെ 3 ദിവസം ബുഷറാക്ക് മീറ്റിംഗിൽ പങ്കെടുത്താൽ മാത്രമുള്ളല്ലോ ഇനി കമ്പനിയിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാണ് ബിഷാന ബുഷറാക്ക് കൊടുത്ത ലാസ്റ്റത്തെ പ്ലാനിങ്. സുനീറെ, ഏതാടോ ചെന്നൈയിൽ നമ്മളറിയാത്ത ലീഡർമാര്? അതൊന്നും അറിയണല്ലോ. എന്നാല് ഒരു പുടുത്തല്ല സാറേ, എവിടേക്കാണ് പോണത്, എന്താ കഥ? ഏതായാലും ഈ വിഷയങ്ങളൊക്കെ കമ്പനിയിൽ എത്തിക്കാൻ നല്ലത്. അപ്പോൾ വരുന്ന 28-ാം തീയതി റോയ് മാത്യു സാറെ കൂടെ ഇരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കാം. ഓക്കെ? ഐ ആം സുനീർ മണപ്പുറം, ഉമ്രപ്പള്ളി സ്വദേശി. ടീമിലുള്ളവർ എന്നെ ആൻ്റണി എന്ന് വിളിക്കും. ഒരാളും കൂടി പ്ലാൻ കേൾക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ജബ്ബാർ സാർ ആവുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതെന്താ, എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ലേ? നല്ല ബിസിനസ്സാണ് ചെയ്യണോ? അതല്ല സാറേ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു അൻവർ ഒരു പ്രവാസിയാണല്ലോ, അപ്പോൾ ഇവരെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പ്ലാൻ കേൾക്കാണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അത് പോട്ടെ, കുഴപ്പമില്ല. സാറിനെ പോലെ ഒരുപാട് ഗവൺമെൻറ് ജോലിക്കാർ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അൻവർ എത്ര രൂപയാണ് ഇറക്കുന്നത്? അതായത് ഒരു 50,000 ആണോ അതോ 1 ലക്ഷം ആണോ? 50,000 ആണോ 1 ലക്ഷം ആണോ എന്നുള്ളതൊക്കെ ഞാൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. എന്താ സാറിൻ്റെ അഭിപ്രായം എന്താ? സാറേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിപ്പം സാറിനല്ല ആർക്ക് വേണമെങ്കിലും ഇത് തുടങ്ങാം. ജസ്റ്റ് നമുക്ക് കയ്യിലൊരു ഫോൺ മാത്രം മതി, വേറെ ഒന്നും ഇതിന് വേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് സ്കില്ല്, അത് പിന്നെ സാറിനൊന്നും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണും അതിൽ നെറ്റ് പോകാൻ പാടില്ല.
പിന്നെ സാർ 1 ലക്ഷം ഇറക്കിക്കോ, അത് പിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. സാറ് പിന്നെ ഒന്നും പേടിക്കണ്ട, നോ ടെൻഷൻ, ഞങ്ങളില്ല ഇവിടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ തൊപ്പി ലാത്തിയും കൊണ്ടൊക്കെ നടന്നിട്ട് എന്ത് കിട്ടാനാണ്? നിങ്ങൾ ഞങ്ങളൊപ്പം വരും, ഇന്റർനാഷണൽ ടൂറ്, അതേപോലെ തന്നെ ജീവിതം കളറാക്കി മാറ്റുക. അത് വേറെ ലെവലായിട്ട് തിരിയും. നമ്മൾ ഈ തൊപ്പി ലാത്തിയും പിടിച്ച് ഈ അങ്ങാടി കൂടിയും ഈ വെയിലും കൊണ്ട് എന്തിനാണ് നടക്കുന്നത്? നിങ്ങൾ ഞങ്ങളൊപ്പം വരും. ഓ, ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോവാം. ഞാൻ എനിക്ക് സ്റ്റേഷനിൽ വിളിക്കാണ്ട് ബാക്കിയെല്ലാം ഞാൻ ഡീറ്റെയിൽ പോവാം. ഓക്കെ? ശരി സാർ, എന്നാൽ ഞാൻ ഇറങ്ങിയതോ. ഓക്കെ, വലിയ ഉപകാരം. പിന്നെ ഇപ്പം ഇയാൾ പറഞ്ഞതുപോലെ എൻ്റെ മാസ ശമ്പളത്തിൻ്റെ കൂടെ ഇവിടുന്നും കൂടെ ഒരു ഇൻകം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? സാറേ, നിങ്ങൾ 1 ലക്ഷം റുപ്യ ഇവൻ്റെ കയ്യിൽ കൊടുത്തോളൂ. ബാക്കി കാര്യങ്ങൾ ഇതാ ഇവിടെ ഫുള്ള് കാര്യങ്ങൾ ഡീൽ ചെയ്യണവരാണ്. നമ്മളെ ടീമും നമ്മളെ ആൾക്കാരും പുറത്ത് ഇഷ്ടം പോലുണ്ട്. പിന്നെ നമ്മളെ ലീഡർമാർ വേറെ ഉണ്ട്. അതൊരു ലോകമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞ പോലെ മാസ ശമ്പളത്തിൻ്റെ കൂടെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് എല്ലാ മാസം കിട്ടി കൊടുക്കും. എൻ്റെ സാറേ, എൻ്റെ പേര് റിയാസ്. ഞാൻ പണ്ട് ഒരുപാട് PSC എഴുതിയിട്ടും ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും ഒക്കെ നടന്നൊരു മനുഷ്യനാണ്. നമ്മുടെ ആന്റണി സാറിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഈ കണ്ടതൊക്കെ എനിക്കുണ്ടായത്. ഇന്നെൻ്റെ ലൈഫ് മാറി, ഞാൻ ആകെ ചേഞ്ചായി. സാറ് കണ്ടില്ലേ, അടുത്ത മാസം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഇൻ്റർനാഷണൽ ടൂർ പോകുന്നുണ്ട്. ആന്റണി സാറിൻ്റെ ഒരു സാമീപ്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ലെവലിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിയത്. സാറിനെ കൈപിടിച്ച് ഉയർത്തിയത് കൊണ്ട് ഞാനിന്ന് ഈ നിലയ്ക്ക് എത്തി. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ PSC എഴുതി ആ ഓട്ടോറിക്ഷയും തള്ളി ചോലമക്കാനും കൂടെ നടക്കണ്ടാവുമായിരുന്നു. സാറ് വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. അതുപോലെ തന്നെ സാറിനെ കഴിച്ചിലാക്കുകയും ചെയ്യും. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഓപ്ഷൻ ഉണ്ട്. അതിന് തുടക്കം ഞങ്ങൾ. തായ്ലാൻഡും മലേഷ്യൊന്നും ഒന്നുമല്ല. ഇനി ഇവിടെ ഡയമണ്ട് ആയി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക? ഒരു റോക്കറ്റ് കയറ്റിയിട്ട് നേരെ ബഹിരാകാശത്തേക്കാണ് പോവുകയാണ്. ഇനി കമ്പനീൻ്റെ അടുത്ത പ്ലാനിങ് ഇതാണ്. നിങ്ങളിപ്പോൾ അയാളോട് സംസാരിച്ച പോലെ തന്നെ നിങ്ങൾ ഇതിൽ വഴി നമ്മളെ കൂടെ നിന്നോളൂ. കാരണം ഇതിൻ്റെയൊക്കെ ഇതാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിലാണ് ജീവിതം മാറി മറിയുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഓട്ടോറിക്ഷ ഓട്ടി നടന്ന വ്യക്തിയാണ് ഇപ്പോൾ PSC എഴുതി. ഞാൻ അവിടെ പറഞ്ഞോ PSCക്ക് നിങ്ങൾ പോകണ്ട, നിങ്ങൾ എൻ്റെ ഒപ്പം വരും എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ RB റാങ്ക് കയറാൻ പോവാണ് ആൾ. മാത്രമല്ല അതിൻ്റെ മുകളിൽ റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്തെല്ലാം ചെയ്തു? എൻ്റെ ഭാര്യയുടെ പേരിൽ സ്ഥലം വാങ്ങിക്കൊടുത്തു, പുതിയ വീടുണ്ടാക്കി, കാറ് വാങ്ങി. ഇപ്പം എൻ്റെ നാട്ടിലെ ചില കുയിന്തന്മാർ പറയുന്നുണ്ട് ആ വീട് മുഴുവൻ ലോണാണ്, കാറ് ഫുള്ളായിട്ട് അടവാണെന്നൊക്കെ. എന്നാലും നമ്മളത് ചെയ്തില്ലേ? നിങ്ങൾ നമ്മളപ്പം നിൽക്കുക. ഒരു സംശയം ഇതിൽ എന്തായാലും 1 ലക്ഷം റുപ്യ കിട്ടാൻ മതി. 1 ലക്ഷം ഇറക്കിക്കോളി. നമ്മളെ മാസ വരുമാനത്തിനൊക്കെ 2 ലക്ഷം. അപ്പോൾ ഇത് നമ്മളെ മട്ടാഞ്ചേരി വക്കീലാണ്. എളുപ്പം 2 ലക്ഷം അയച്ചിട്ടുണ്ട്. എളുപ്പം കഴിഞ്ഞ പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്താണ്. നിങ്ങൾ കൂടെ നിൽക്കി. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്ന് ഇന്ത്യനായിട്ട് 2 ഫ്ലാറ്റ് അവിടെ ഉണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ കുറഞ്ഞ റാങ്കിൽ വെച്ചില്ല. മാത്രമല്ല ഇതിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ് ഞാൻ നേടിയിട്ടുണ്ട്. സാറ് ആ 1 ലക്ഷം റുപ്യ നിങ്ങൾ അയച്ചു കൊടുത്തോളേ. ബാക്കി കാര്യങ്ങൾ ഇവിടെ സെറ്റാക്കും. പിന്നെന്താണ്, നിങ്ങളെ പ്രൂഫ് അയച്ചു കൊടുത്തോളേ. ഇന്ന് നിങ്ങൾ ഐഡിയ അടിച്ച് തുടങ്ങിയാൽ നാളെ മുതൽ എന്ത് ചെയ്യും, ഇത് ഞങ്ങൾ സെറ്റാക്കി തുടങ്ങും. പിന്നെ മാത്രമല്ല വെറും 2 വീക്കിൽ ഏറെ ഒരു 14 ദിവസം കൂടെ ഞാൻ പറയുന്നുള്ളൂ. ആ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മലേഷ്യക്ക് പോകാനുള്ള കാര്യങ്ങൾ വരെ ഞാൻ സെറ്റാക്കും. പിന്നെ 2 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ലെവൽ തന്നെ മാറും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേഷനിലേക്ക് ചെല്ലണ വരെ നിങ്ങളെ വണ്ടിയിലാവില്ല, നിങ്ങൾ BMW കാറിലായിരിക്കും. ഒരു സംശയമല്ലേ? ആ ലെവലിലേക്ക് നമ്മൾ മാറ്റി തരും. ഇന്ന് ഇതിൻ്റെ ലീഡർമാരുണ്ട്, ഒരു 2-3 ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഓരോരോ ലെവലിൽ എത്തിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടെ തന്നെ കൂടെ നിന്നാൽ നമുക്ക് സെറ്റാകാൻ പറ്റും. ഇതൊന്നുമല്ല, ഞാൻ സ്വപ്നം കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ എനിക്ക് നേടിയെടുക്കാൻ പോകുന്നത്. അത് ഞാൻ ഉദ്ദേശിക്കുന്നതാണ് എറണാകുളത്തൊരു ഫ്ലാറ്റ്. മാത്രമല്ല ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന കാറ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റണം. ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇനി ഇതാ ഇവനെ പൊന്തിച്ച് കൊണ്ടുവരാൻ പോവാണ്. ഇതൊക്കെ ഇനി മറിയാൻ പോവാം. ആ കൂട്ടത്തിൽ സാറ് കയറി നിന്നാൽ ഇതൊരു സുനാമി പോലെ പൊന്താൻ പോവാണ്. ഇനി വരാൻ പോണ കാര്യങ്ങൾ നമ്മുടെ ലീഡർമാരുണ്ട്. നമ്മളെ റോയ് മാത്യു സാറെ പറ്റി പറയുകയാണെങ്കിൽ ദുബായിൽ 2 വില്ലയാണ്. സ്വന്തമായിട്ട് ജെറ്റിലാണ് അയാൾ ഇവിടെ വന്നിറങ്ങുന്നത്. മാത്രമല്ല ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമിനും അയാൾ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂടുന്നത്. അയാളെ നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ആ ലെവലിക്ക് ഞാൻ മാറുമ്പോൾ എൻ്റെ ടീമിൽ വരുന്ന ആൾക്കാരുടെ ലെവൽ എന്തേക്കാരം ഒന്ന് ആലോചിച്ച് നോക്കാണ്. അത്രത്തോളം ഹൈപ്പാണ് ഈ ഒരു ബിസിനസ്.
ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ചോലമക്കായിൽ എന്തായാലും 2 ഫ്ലാറ്റ് വരും. അതിൻ്റെ കൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു IT കോളേജ് അത് ഞാൻ കൊണ്ടുവരും. ഇതേപോലെയാണ് നമ്മുടെ ലീഡർമാർ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എന്താ എഴുതിയിട്ടാണ് രാവിലത്തെ മീറ്റിങ്ങിലൊന്ന് കയറി നോക്കി, അപ്പം തന്നെ സാറാകെ കിളി മാറും. ഉറപ്പാ ഒന്ന് പറഞ്ഞതാ. ഞാൻ ഈ ബിസിനസ്സിൽ കയറിയ സമയത്ത് എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവരെ മീറ്റിങ്ങിൽ പോയ സമയത്ത് അതങ്ങോട്ട് കേട്ടിരിക്കുമ്പോഴല്ലോ വല്ലാത്തൊരു എനർജിയും വല്ലാത്തൊരു എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് മൈൻഡിലേക്ക് നമ്മൾ എത്തും. അതുമാത്രമല്ല, ദിവസവും രാവിലെ ഇതിൽ വരുന്ന സൂം മീറ്റിംഗ് അത് കേട്ടാൽ അതും ഇത് പറഞ്ഞ പോലെ ഇതിൽ നിന്നങ്ങോട്ട് കണ്ണെടുക്കാൻ തോന്നില്ല. ഭയങ്കരമാണ്. എത്ര പ്രഗത്ഭരായ ആൾക്കാരാണെന്ന് പറയുക മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചിരുന്നതൊക്കെ. പിന്നെ ആ ക്യാഷ് സെറ്റായില്ലേ സാറേ? ഒരു കാര്യം മനസ്സിലായിക്കോളെ, ഈ രാഷ്ട്രീയക്കാരെയും സല്യൂട്ട് അടിച്ച് ഇവരെങ്ങനെ പിന്നാലാണ് നിങ്ങൾക്ക് എന്തിട്ടാണ്? ഒഴിവായിക്കളെ, നിങ്ങളെ യൂണിഫോമിനെ ഒഴിവായിക്കളെ, നിങ്ങൾ നമ്മളെപ്പോഴും വരും, ബാക്കി ഞാൻ സെറ്റാക്കി തരാം. സാറേ നിങ്ങൾ പോലീസുകാരെ കാര്യം പറ്റ കഷ്ടമാണ്, എനിക്കറിയാം. ഞാനിന്ന് റോയ് സാറെ കൂടെ മൂപ്പര ബെൻസിൽ ഇരുന്ന് ഇങ്ങനെ പോരുക. ഒരു പോലീസുകാരുണ്ട് ആ മഴയത്ത് ട്രാഫിക് ബ്ലോക്ക് തീർക്കണം, എന്നിട്ട് അങ്ങോട്ട് മണ്ടിട്ട് ഇങ്ങോട്ട് മണി ഇച്ച കണ്ടപ്പോൾ തന്നെ ചിരി വന്നു. സത്യം പറഞ്ഞു നീ എന്താണോ കേൾക്കുന്നത്? നീ ആരോട് സംസാരിക്കുന്നേ? എങ്ങോട്ടാണ് നീ ഇങ്ങനെ കേറി പോകുന്നേ? നീ ആരോടാണ് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ബോധം തനിക്കുണ്ടോ? സാറേ കടന്നുകാണ്ട് വല്ലാതെ കയറൊന്നും വേണ്ട. ഇതിന്റെ ടോട്ടൽ നിയമവശങ്ങൾ മൊത്തം പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മാത്രമല്ല ഇത് എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകേണ്ടതിൽ കൃത്യമായിട്ട് ഇതാ ഇവിടെ ഉണ്ട്. നിന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെയാണ് ഈ ജബ്ബാറോട് വന്നിരിക്കുന്നത്. നീ എന്താ മനസ്സിലാക്കി? ഇതിനെ കുറിച്ച് നിന്റെ ജാതകം മൊത്തം മനസ്സിലാക്കിയാൽ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് പോയാണ്ടല്ലോ അവൻ ആരാന്നറിയാം എനിക്ക്? ചെമ്മരിയാട് കാസിത്തിന്റെ ടീമിൽ നിന്ന് നിന്റെ ടീമിലേക്ക് മാറ്റപ്പെട്ട ഒരാളെ അറിയാമോ? അൻസാർ വീപ്പി എന്ന് പറയും. ഫഷാന മാറഞ്ചേരിയുടെ വാക്കും കേട്ട് അയാൾക്ക് സപ്പോർട്ട് കൊടുക്കാതെ അയാളെ ടീമിൽ നിന്നും എടുത്തെറിഞ്ഞില്ലേ? അയാളെ ആകെ തൊലച്ചില്ലേ നീയേ? ആ അൻസാർ വീപ്പിയുടെ കൂട്ടുകാരാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയ അൻവർ. നീയെല്ലാം ഈ ബിസിനസിന്റെ മറവില് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടെന്നുള്ളത് തെളിവ് സഹിതം എന്റെ ഈ ഫോണിലുണ്ട്, നോക്ക്. സാർ എന്ത് കണ്ടു എന്നാണ് പറയണത്? ഈ ഓഫീസിലും ഇതിന്റെ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഇമേജ് ഉണ്ട്. അത് തകർക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്, ഒരുമാതിരി ഇൻസൾട്ട് ചെയ്തുകൊണ്ട്. താൻ എന്താണ് സംസാരിക്കുന്നത്? ഈ ഫോട്ടോസ് നോക്കിയേ. ഇത് എഡിറ്റിംഗ് ആണ്, ഫോട്ടോ ആണ്. എഡിറ്റിംഗ് ആയിരുന്നു. സാറിന് എവിടെ കിട്ടി? ഞാൻ എടുത്താടോ. സാർ എടുത്തൊന്നല്ല, സാറ് വെറുതെ കള്ളം പറയണ്ട. സാർ വേണ്ട, ഞാൻ പറയാം സംഭവം എന്താ പറയാ, ഞാൻ പറഞ്ഞുതരാ. സാറേ എന്തായാലും സംഭവം ഞാൻ പറയാം. സാറിന്റെ കൂടെ നിൽക്കണം. ഇതിന്റെ മേലേക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്, ബമ്പന്മാരുണ്ട്. സാറ് അപ്പം കടന്ന് വേർക്കരുത്. ഇപ്പൊ ഇവിടെ കാട്ടിക്കൂട്ടിയ ഈ സംഭവം ഉണ്ടല്ലോ, അത് സാറിന് എക്കാലത്തും നിലനിർത്താൻ കഴിയണം. അതിന് ഓക്കെയാണ് സാറിന്റെ കൂടെ ഞാൻ നിൽക്കാം. സാറേ നോക്കണം. പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് ആളുകൾ ഇതിന് പൈസ മുടക്കി കുടുങ്ങി കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാർ വരെ. അവരൊക്കെ രക്ഷിക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ നിൽക്കും. ഇതിൻ്റെ പിറകെ കളിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നേ പറ്റും. സാർ എന്താ കരുതുന്നത്? ഇത് പക്ക ഒരു മണി ചെയിൻ കമ്പനിയാണെന്നാണ് കരുതുന്നത്? അങ്ങനെയല്ല. ഇതിൻ്റെ ബാക്കിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ഈ 15ഓളം പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഇത് എല്ലാ നിയമത്തിൻ്റെ സാധ്യതകളും അടച്ചുകൊണ്ടാണ് ഈ ഒരു കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കയറിയിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാനോ കേസ് കൊണ്ടുവരാനോ കഴിയില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ഇതിനെതിരെ തെളിവും കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റും.
അതിനെല്ലാവരും കൂടെ നിൽക്കണേൽ എന്ത് വേണം? എൻ്റെ കൂടെയുള്ള ആളുകളോട് ഞങ്ങൾ സംസാരിച്ച് റെഡിയാക്കണം. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ കീഴിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനം പോലും അവർക്ക് കിട്ടുന്നില്ല, ഒക്കെ മുകളിലുള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത്. അപ്പം അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ചെറിയൊരു സാവകാശം ഞങ്ങൾക്ക് തരണം. സാറിന് വേണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും വരികയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ ഇതിൻ്റെ മുകളിലുള്ള ആളുകൾ എന്ത് ചെയ്യും? ഓല് തടി തപ്പും, ഓല് രക്ഷപ്പെടും. പക്ഷെ അവരെയും കൂടി കുടുക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ മൂന്നാളും ഒരുമിച്ച് നിന്നാൽ ഇതിനെ തലപ്പത്തില്ലോലെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. പക്ഷേ ഇവർ കളിക്കുന്നത് പക്കാ നിയമ വശങ്ങളും പഴുതുകളും അടച്ചിട്ടാണ് അവർ കളിക്കുന്നത്. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെ ചെയ്യണമെന്നത് കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞു. ഈ ബിസിനസ് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് പക്ക മണി ചെയിനായിട്ടായിരുന്നു. കണ്ണി ചേർത്ത് കുറേ കേസുകൾ അവർ പറ്റിച്ചു. ഒരുപാട് ആളുകളുടെ പൈസ പോയിട്ട് എൻ്റെ അടുത്ത് പരാതി കൊണ്ട് വന്നാണ്. കേരളത്തിലെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് അറസ്റ്റ് നടന്നു. അറസ്റ്റ് ചെയ്യുന്നു, അവർ ജാമ്യത്തിലിറങ്ങുന്നു, അവരെന്നെ വീണ്ടും ബിസിനസ് ചെയ്യുന്നു. പിന്നീടാണ് മണി ചെയിനിന് ജാമ്യമില്ലാ വകുപ്പ് വന്നത്. ഇനി അറസ്റ്റ് നടന്നാൽ ജാമ്യം കിട്ടില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അവർ ബിസിനസ്സിൻ്റെ ആ പ്ലാൻ തന്നെ മാറ്റി. അതിന് ശേഷമാണ് ആളുകളെ ചേർക്കുമ്പോൾ പ്രൊഡക്റ്റുകൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു ബിസിനസ്സാക്കി മാറ്റിയത്. അങ്ങനെ അവർ ഈ നിയമങ്ങളുടെയൊക്കെ പഴുതു അടച്ചു. ഇപ്പം എന്താ, ക്യാഷ് കൊടുക്കുന്നതിന് പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. പിന്നെ ആരാ പരാതിപ്പെടുന്നത്? ഇവരെന്താ കൊടുക്കുന്നത്? ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ഈ 10 രൂപയുടെ സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊക്കെ കൊടുക്കുന്നത്. എത്ര പറ്റിക്കപ്പെട്ടാലും പഠിക്കാത്തവരാണ് നമ്മൾ ഈ മലയാളികൾ. സാറേ, എനിക്കിത് ഇപ്പോഴാണ് മനസ്സിലായത്. മണി ചെയിനെ വെള്ള പൂശി അതിലോട്ട് കുറച്ച് പ്രൊഡക്റ്റും ഉൾപ്പെടുത്തി അതങ്ങോട്ട് നിയമപരമാക്കി വെളുപ്പിച്ചെടുത്തു. സാറേ, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്റ്റേഷനിലേക്ക് വരണ്ട, ഒരു പക്ഷേ അത് സേഫ് ആവില്ല. നമുക്ക് പുറത്തെവിടെയും വെച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്താ, നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും അപ്പോഴേക്കപ്പോഴേ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സാറേ, ഈ വരുന്ന 28-ാം തീയതി കോട്ടാല അഡ്ജസ്റ്റിൽ റോയ് മാത്യു സാറ് വരുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ വിളിക്കാം. അങ്ങനെ ചെയ്താൽ മതി. അപ്പം നാളെയാണ് നമ്മളെ ജോയ് മാത്യു സാറ് വരുന്നത്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം എന്നെ അർജൻറ്റിൽ വിളിച്ചത്. അതായത് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം, എന്നാലോ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമല്ല. അതായത് എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒന്ന് ജബ്ബാർ സാറ് വന്നുകൊണ്ട് ഇന്നലെ പ്രശ്നം ഉണ്ടാക്കി പോയി, അയാളോട് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അൻസാർ VP ആകെ ലൈവ് കയറിയും കഥയും കവിതയും ഒക്കെ വിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി നടക്കുകയാണ്. 2ആയി. 3-ാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ പ്രശ്നങ്ങളൊന്നും ഒറ്റടിക്ക് JK സാറോട് പറയാൻ പാടില്ല. അയാളെ സ്വഭാവം എന്താ വെച്ചാൽ വെട്ടൊന്ന് മുടി 2 എന്ന് പറഞ്ഞ മാതിരിയാണ്, ജീവനം പോകും. നമുക്കറിയോ? അതാണ് 3-ാമത്തെ പ്രശ്നം. 4-ാമത്തെ വിഷയം എന്താ വെച്ചാൽ, ഇതൊക്കെ റോയ് മാത്യു സാറിനോട് പറഞ്ഞാൽ ആകെ കുറഞ്ഞ വരുമാനം ഇപ്പോൾ വരുന്നുള്ളൂ. ആ വരുമാനം എൻ്റെതൊക്കെ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഇയാളോട് ഈ കാര്യങ്ങൾ പറയണ്ട. നമുക്ക് എന്ത് ചെയ്യുക, 2 തോണിയിലും കാലിട്ട് മെല്ലെ മുന്നോട്ട് പോകാം. ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്ക് രണ്ടാക്കും എന്ത് ചെയ്യുക, മൊത്തം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ജബ്ബാറിനെയും വെറുപ്പിക്കണ്ട, ഈ പറഞ്ഞ പോലെ ജോൺ കുര്യനെ വെറുപ്പിക്കണ്ട, എന്നാൽ ജേക്കനായിട്ട് പ്രശ്നം ഉണ്ടാക്കാനും പോകണ്ട. നമ്മളെന്ത് ചെയ്യുക, ഒരു ക്ലിയറിൽ ഇങ്ങനെ പോവുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, പ്രശ്നം ഉണ്ടാക്കാതെ പോവുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങി അവർക്ക് നന്നു. അല്ലാതെ നമ്മളെ കൊണ്ട് മാത്രം ഇവിടെ ഒരു 1 man show ചെയ്യാൻ കഴിയൂല. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായോ റിയാസേ? 5-6 കൊല്ലമായി ഞാൻ ഈ ബിസിനസ്സിൻ്റെ ബാക്കിൽ നടക്കുന്നു. ഇന്നില്ലെങ്കിൽ നാളെ എങ്കിലും രക്ഷപ്പെടുന്ന വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് നടക്കുന്നു. അതുകൊണ്ട് തന്നെ നാളെ നടക്കണ മീറ്റിങ്ങിൽ ഒരു 2-3 കാര്യങ്ങൾ ഞാൻ എന്തായാലും അവതരിപ്പിക്കും. അതിപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും റോയ് മാത്യു സാറിൻ്റെ മുമ്പിൽ ഒരു 2-3 കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞേ പറ്റൂ. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. എന്തായാലും പറയും. Roy Matthew.
ഗുഡ് ഈവനിങ് മെമ്പേഴ്സ്, ഞാൻ റോയ് മാത്യു, കമ്പനിയുടെ സ്റ്റാർ ഡയമണ്ടും RMC മെമ്പറുമാണ്. ഹലോ ടീം, ഞാൻ ജോൺ കുര്യൻ, കമ്പനിയുടെ സ്റ്റാർ ഡയമണ്ടാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞോളൂ. സാർ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ. സാറേ, ഒരുപാട് പേര് ബിസിനസ് തുടങ്ങി പ്രൊഡക്റ്റ് പോവാതെ നിർത്തി പോകുന്നുണ്ട്. അത് അവിടെ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് പോലീസ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. 7 വർഷമായില്ല സുനീർ നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു നിയമത്തിനും ഈ കമ്പനിക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാല്ലെന്നത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അറിയാം സാർ, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ക്യാഷിന് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്, ശരിയാണ്. 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് നിയമപ്രകാരം അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും അറിയാം. പക്ഷേ ഇതിൽ ചേർന്ന ആളുകളൊന്നും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടായിട്ട് വന്നതല്ല. ഇതിൽ വന്ന് ആളെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് പണക്കാരനാവുമെന്നുള്ള ഒരു മോഹത്തോടു കൂടി വന്നവരാണ്. എന്താണ് മിസ്റ്റർ സുനീർ നിങ്ങൾ ഈ പറയുന്നത്? ബിസിനസ്സിൽ മാർക്ക് ആന്റണി എന്ന പേരുള്ള നിങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വാദിക്കുന്നു. സാർ, മടുത്തു പോയി സാർ. ഒരുപാട് പേരുടെ കണ്ണീര്, ഒരുപാട് കുടുംബങ്ങളുടെ തകർച്ച, ഇതൊന്നും കാണാൻ കഴിയില്ല. ഈ ശാപൊക്കെ എവിടെ കൊണ്ട് കളയെന്ന് കരുതിയിട്ടാ. മിസ്റ്റർ സുനീർ, നിങ്ങൾ പുലിയാണെന്നും ബിസിനസ്സിൽ മാർക്ക് ആന്റണി ആണെന്നൊക്കെ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്. പക്ഷേ ഈ മീറ്റിങ്ങിൽ നിങ്ങളെ സംസാരിച്ചാൽ അത് മറ്റുള്ളവർക്ക് നെഗറ്റീവ് ആയിരുന്നു. സാറേ, ലീഡേഴ്സിന്റെ മുന്നിൽ നെഗറ്റീവ് പറയാൻ പറ്റൂല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം എന്താ നമുക്കറിയോ? ഈ SI ജബ്ബാർ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. ഇതിന്റെ ഉള്ളുകളികൾ ടോട്ടലി അയക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു SI ജബ്ബാറിനും നമ്മളെയോ നമ്മുടെ കമ്പനിയോ തൊടാൻ കഴിയില്ല. തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ തൊപ്പി പോകുന്ന വഴി അവനറിയില്ല. RMC മെമ്പർ റോയ് മാറ്റിയാണ് പറയുന്നത്. സുനീൽ സാർ എന്താ ഉദ്ദേശിച്ചതെന്ന് സാറിന് മനസ്സിലായിട്ടില്ല. എന്താ വെച്ചാൽ JK സാറിൻ്റെ മോർണിംഗ് മീറ്റിങ്ങിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു വ്യക്തത കിട്ടും. സ്ഥിരമായിട്ട് മോർണിംഗ് മീറ്റിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ കഴിഞ്ഞ 7 വർഷത്തിലും ഓരോ മാസത്തിലെ മീറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ വരുന്നതൊക്കെ പുതിയ പുതിയ മുഖങ്ങളാണ്. ഉണ്ടാവും, പുതിയ ആളുകൾ ബിസിനസ്സിന്റെ സാധ്യത മനസ്സിലാക്കി ജോയിൻ ചെയ്യുന്നു. ഓക്കെ സാർ, ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 7 വർഷം കൊണ്ട് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത ആൾക്കാരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എത്ര ആൾക്കാരുണ്ടാവും? ഒരു വർഷം കൊണ്ട് സാറേ നമ്മുടെ ഈ ടീമിൽ വരുന്നത് 5000 ആളാണ് മിനിമം. അതിപ്പോൾ ഒരു 4 വർഷം കൊണ്ടാകുമ്പം ചുരുങ്ങിയത് ഒരു 20,000 ആൾക്കാരായില്ലേ? അവരൊക്കെ എവിടെ സാറേ? പക്ഷേ അന്നും ഇന്നും മോർണിംഗിലെ സൂം മീറ്റിങ്ങിൽ 100-150 ആൾക്കാർ, അതിൽ കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല സാറ്. ആളുകൾ നമ്മളെ മോട്ടിവേഷൻ കേട്ട് ബിസിനസ്സിലേക്ക് ആഡ് ആവുന്നുണ്ട്. പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടിയിട്ട് ക്യാഷ് മുടക്കി നമ്മുടെ കൂടെ നിൽക്കും. അവസാനം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ എന്താവും? നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും നാട് ആർക്ക് പോയി സാറേ? അയാളുടെ കുടുംബത്തിന് പോയി. എത്ര പേരിങ്ങനെ നിർത്തിപ്പോയി. വലിയ ലീഡേഴ്സ് പുതിയ സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് നടത്തി പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നു. എന്നെ പോലെ ഉള്ള സാധാരണക്കാർ എത്ര കടിച്ചു പിടിച്ച് നിന്നാലും ഇതെവിടെ എത്തൂല സാർ. മടുത്തു സാറേ. മിസ്റ്റർ റിയാസ്, നിങ്ങൾ മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞു വന്നാൽ നിങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന ലീഡറാവും. അത് ഓർമ്മയിരിക്കട്ടെ. എന്തിനു സാർ മലേഷ്യൻ ട്രിപ്പ്? വെറുതെ അവിടെ പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇതിലേക്ക് ആൾക്കാരെ കൂട്ടാനല്ലേ? അല്ലേ ബിസിനസ് നടക്കും അല്ലേ സാർ? അപ്പോൾ നിങ്ങളെ കഷ്ടപ്പാടെല്ലാം മാറട്ടോ. അതിന് സാറേ കടക്കാരെ പേടിച്ചിട്ട് സ്റ്റാറ്റസ് ഇടാൻ പറ്റണ്ടേ? 4 വർഷം കൊണ്ട് ഞാൻ ആകെ തൊലഞ്ഞു സാറേ. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ വരെ വേറെ കെട്ടിച്ചു. ഓക്കിപ്പോൾ 3 കുട്ടികളായി. ഇനി എന്നാണ് സാറേ ഇന്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക? നിങ്ങൾ കാരണം ഈ ബിസിനസ് ചെയ്യുന്ന നമുക്ക് എല്ലാവരെയും പെടുത്താനേ പറ്റുള്ളൂ, പക്ഷേ രക്ഷപ്പെടാൻ പറ്റുന്നില്ല സാറേ. സാറേ സാറേ, ഇതിന്റെ വില കുറക്കണം. ഇത് വിൽക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു 50 പോയിന്റ് കയറും. അഥവാ മേച്ചായാലോ ഒരു 600 രൂപ കിട്ടും. 600 റുപ്യ കിട്ടണമെങ്കിലോ 4000 റുപ്യ മുടക്കി നമ്മൾ പ്രൊഡക്റ്റ് എടുക്കും വേണം. ഈ 4000 നിന്ന് 600 പോയാൽ ബാക്കി 3400. അത് വിൽക്കാൻ പറ്റില്ലെങ്കിലോ അതും നമ്മളെ തലയിൽ. ഇതുകൊണ്ടാണ് ഇതിൽ വരുന്നവരൊക്കെ കടക്കാരാകണത്. എടോ ഫൈസലേ, നിങ്ങൾക്ക് എന്ത് നഷ്ടമാണുള്ളത്? നിങ്ങൾ കാറും ബംഗ്ലാവ് എസ്റ്റേറ്റ് ഒക്കെ ഒരു സമ്പന്നനല്ലേ? അതൊന്നും എതിന്ന് കിട്ടിയതല്ല. അതൊക്കെ എൻ്റെ വാപ്പ വല്യപ്പാൻ്റെ കൂട്ടസ്വത്താണ്. ഈ ബിസിനസ്സിൽ ഞാൻ ചേർന്ന അന്ന് തൊട്ടുള്ള കണക്ക് ഞാൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മീറ്റിംഗ് റെന്റും മാസത്തിലെ തറ ഇടുന്ന പ്രോഗ്രാമിൻ്റെ റെന്റും കഴിച്ച് എനിക്ക് 14 ലക്ഷം രൂപ മൈനസാണ്. ഇതേ ഞാനായതുകൊണ്ടാണ്. സാധാരണക്കാരനാണെങ്കിൽ ഇത് കടത്തിലാകാം. ഇത് മതി. നമ്മളെ ജില്ലയിൽ ഒരു മെഗാ മീറ്റിംഗ് വെക്കണം സാറേ. അത് നിർബന്ധമാണ്. ஓகே சார் நீங்கள் என்ன காப்பாற்றணும். என்னால் நாட்டில் இருக்க முடியல. சரி, ஜாஸ்தி ப்ராடக்ட்டு எக்ஸ்பைரி ஆகி போய் அதனால் எல்லோரும் என்ன தான் குற்றம் பறையிறாங்க.
சார் நீங்கள் யாரும் அங்கே வரல, அங்கே நான் தான் லீடரு, அங்கே எனக்கு தான் பிரச்சனை. இது இப்படியே தொடர்ந்து போனால் அங்கே நாட்டில் இருக்கிறவங்க எல்லாம் പോലീസ് കേസ് കൊടുப்பாங்க. അപ്പോൾ ഞാൻ എല്ലാ ഉണ്മയും சொல்ல വേണ്ടിയത് വരും. സെൽവ, നീ പേടിക്കണ്ട. നിന്റെ നാട്ടിൽ നമുക്കൊരു മീറ്റിംഗ് വെക്കാം. ഞാനും ജെകെയും വരാം. നിന്റെ ബിസിനസ് നമുക്ക് ഉയർച്ചയിലെത്തിക്കാം. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഓക്കെ? ഓക്കെ സാർ. നോക്കൂ സെൽവ, ഞാനും ജെകെയൊക്കെ അവിടെ വരുമ്പോൾ ചുരുങ്ങിയതൊരു 2000 പേരെങ്കിലും അവിടെ കൂടണം. അതിനുള്ള വർക്ക് നീ ഇപ്പം തന്നെ തുടങ്ങിക്കോ. ഓക്കെ സാർ. കണ്ടോ, ഇവിടെ പരിപാടി തീരുമാനമായപ്പോഴേ മെല്ലെ ഓൻ്റെ നാട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എനിക്കല്ലേ മെച്ചം, സെൽവൻ എൻ്റെ ടീമിലല്ലേ. ശരിയാണ്, പക്ഷെ എൻ്റെ ലെസർ സൈഡിൽ ആരുമില്ലല്ലോ, ഓലൊക്കെ നിർത്തിപ്പോയില്ലേ, പിന്നെ ഇച്ചങ്ങനെ കിട്ടുക. എന്നാലും 2 സൈഡ് ഉയർന്നു കയറി നമുക്ക് സ്വപ്നം കണ്ടിരുന്നൂടെ? പിന്നെ സ്വപ്നം കാണുമെങ്കിലും ലോട്ടറി എടുത്താൽ പോരെ, ഇത്രയും കായ് ചെലവില്ലല്ലോ. അതും ശരി. ടീമിന് ഇത്ര പ്രശ്നമൊന്നുമില്ല, ആൾക്കാർ നിർത്തുന്നുണ്ട്, അതിൽ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പൊ വരും, പക്ഷെ ഞങ്ങളില്ലെങ്കിലും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയി. ഞങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞങ്ങളെ പ്രൊഡക്റ്റിന് റിസൾട്ട് കുറവാണ്. 4 കുടിച്ച ആൾക്കാർ വരെ കംപ്ലൈന്റ് പറയണം. അൻസൽ, നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ പറ്റി പഠിക്കൂ. ക്ലാസ്സുകൾ ധാരാളം പങ്കെടുക്കുന്നില്ലേ നിങ്ങൾ? ഇത് ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ ഒരു 20 എണ്ണെങ്കിലും കുറഞ്ഞത് കഴിക്കേണ്ടി വരും. ഇനി പറയാനുള്ളത് സാറേ, അൻസാർ VP ബിഷാന പ്രശ്നങ്ങളാണ്. അതിലിപ്പോൾ അൻസാർ VP ലൈവ് കയറിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയും. ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താ ചോദിച്ചാൽ, ഈ പറഞ്ഞ അൻസാർ VPയും ബിഷാനയും എൻ്റെ ടീമിലല്ലായിരുന്നു. JK സാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് എന്ത് ചെയ്തത്, അവരെൻ്റെ ടീമിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇവരുണ്ടാക്കുന്ന പ്രശ്നത്തിൽ മുഴുവൻ പരിഹാരം കാണേണ്ടത് ഞാനാണ്. അതുകൊണ്ട് തന്നെ റോയ് മാത്യു സാറ് ഈ കാര്യത്തിലൊരു തീരുമാനം എടുത്തു തരണം. നമ്മൾ ഇന്ന് ചേർന്ന ഈ മീറ്റിങ്ങിൽ തമിഴ്നാട് പോണ്ടിച്ചേരിയിൽ ഒരു മീറ്റിംഗ് വെക്കാൻ തീരുമാനിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം JK പറയും. എനിക്കിന്ന് തൃശ്ശൂരിൽ വേറൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് നേരത്തെ പോയേ പറ്റും. ഓക്കെ? കണ്ടില്ലേ, സാറ് കൈ കഴിഞ്ഞു. ഓക്കെ, JK സാറ് പറയും എന്ത് ചെയ്യും. ഇവർ ഇതേ പ്രശ്നം കൊണ്ട് വിത്ത് എവിഡൻസ് അടക്കം ഈ ജബ്ബാർ ഹസൈനെയും കൂട്ടിയിട്ട് അൻസാറും ടീമും വരികയാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് പറയാനുള്ളത്, ഒരു നിയമത്തിന് നമ്മളെ തൊടാൻ കഴിയില്ല. നമ്മളെല്ലാം അതിൻ്റെ വലയത്തിൻ്റെ ഉള്ളിലാണ്. JK സാറെ, അൻസാർ VPന്റെ ലൈവ് കാണുന്ന ജബ്ബാർ ഹസൈന് അങ്ങട്ടാ പോവുക. വിത്ത് എവിഡൻസ് ഈ ഒരു അൻസാർ VP ജബ്ബാർ ഹസൈൻ കൈമാറിയ എന്താ സംഭവിക്കുക? അത് കേസാവും. ഇല്ല, കേസാക്കാൻ കഴിയില്ല. ഇതിനുള്ള നിയമത്തിലെല്ലാം നമ്മൾ കയറി കൂടിയിട്ടുണ്ട്. പിന്നെ അതിനുള്ള പേപ്പറൊക്കെ ക്യാഷ് മുടക്കി നമ്മൾ നേടിയിട്ടുണ്ട്. അതും 4 സർട്ടിഫിക്കറ്റ്. കമ്പനിയോ ലീഡേഴ്സിനോ തൊടാൻ പറ്റില്ല. തൊട്ട പഴയ പോലീസ് സൂപ്രണ്ട് ഷാജി ഹസൈനാരെ ഗതിയാവും. സാറേ, ഇത് കമ്പനിയുടെ നിയമം വെച്ചിട്ടല്ല അത് അന്വേഷണം വരിക. ഈ ഒരു അൻസാർ VP എങ്ങനെ പിടുത്തം വിട്ടു, എങ്ങനെ ഇത്രത്തോളം കടത്തിലായതിൻ്റെ കാര്യം ഈ ഒരു ജബ്ബാർ ഹസൈൻ ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങിയ എന്തായാലും ഇത് വിഷയം വരും. പിന്നെ ഇയാളിപ്പോൾ ഈ ഒരു അൻസാർ VP ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞത്, അയാൾ പറയണത് എന്താ അറിയോ, ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ഒരു ലൈവ് ഇട്ടിട്ട് ഇല്ല കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ സ്റ്റേറ്റ് മാറും. അടുത്ത പ്രാവശ്യം അടുത്ത സിമ്മ് പൊട്ടിച്ചിട്ടിട്ട് പിന്നൊരു സ്ഥലത്തു നിന്ന് അടുത്ത സ്റ്റേറ്റിലായിരിക്കും ലൈവ് ഉണ്ടാവുക. അങ്ങനെ 4ഓളം സിമ്മ് പൊട്ടിച്ചിട്ട് 4ഓളം സ്റ്റേറ്റ് കൂടെ ഇയാൾ പായും. എന്നിട്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളെ അറിയിച്ചിട്ടേ ഇയാൾ പിടുത്തം കൊടുക്കുള്ളൂ എന്നുള്ളതാണ് പറയണത്. പിന്നെ അത് മാത്രമല്ല, അവരെ കൂടെ ഈ പറഞ്ഞ വളയം വർഗീസും അതേപോലെ തന്നെ മറ്റുള്ള ടീമും കാർലോസും എല്ലാവരും ഉണ്ട്. പിന്നെ സുനീർ ബിഷാന ടീമിൽ വളയം വർഗീസും കാർലോസും തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നടക്കുന്നുണ്ട്. എൻ്റെ ഇൻ്റർനാഷണൽ ടീമിന് അറിയാലോ, ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്, മിസ്സിങ് ആവും. JK കാലം കുറച്ച് തുടങ്ങിയിട്ട് അതിനൊരു സ്റ്റേറ്റും പ്രശ്നമല്ല. പിന്നല്ലേ കാർലോസും വളയം വർഗീസും, അവരോട് വരാൻ പറ, നമുക്ക് നോക്കാം.